ഇപ്പം ഇതിന് ഡിമാൻഡുണ്ട് ഇപ്പം. പണിക്കാളില്ല. പണിക്കാളില്ല. ശിവശങ്കരൻ. എത്ര വയസ്സ്? 49. ഇത് എവിടെ എങ്ങനെയാണ് നിങ്ങൾ വിപണനം നടത്തും? വിൽക്കുന്നത് എങ്ങനെ? ഇവിടെ ഏജന്റ് ഉണ്ട്, 3-4 ഏജന്റ് ഉണ്ട്. അവർക്ക് കൊടുക്കും. ഓരോ പീസ് സൈസ് വേണമെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾക്ക് ബാങ്കിൽ നിന്നൊക്കെ സഹായം കിട്ടുമോ? ബാങ്കിൽ സഹായം കിട്ടും. ഞാൻ വാങ്ങിയിരുന്നു പിന്നെ കോർപ്പറേഷൻ്റെ, അതാണ് കൊടുത്ത് തീർന്നു. ഇത് ഒരെണ്ണം ഉൽപ്പാദിപ്പിക്കാൻ എത്ര രൂപയോ ചിലവാകും? അത് 16 ഇഞ്ചിൻ്റെത് ഒരു 1100 റുപ്യൊക്കെ വരും. ജോലിക്കൂലിയുടെ കൂട്ടി അവർ വിൽക്കുന്ന എത്ര രൂപയ്ക്കായിരിക്കും? അതൊന്നും പറയാനാവില്ല. ഏത് സമുദായത്തിലുള്ളവരത്? ഇത് മുഷാരിമാരും കൊല്ലന്മാരെയാണ് ഏറ്റവും കൂടുതൽ ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ മുഷാരിമാരും കൊല്ലന്മാരും കൂടുതൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തീയന്മാരാണ്. 1977 80 വരുന്ന ഉക്ക വ്യവസായം കൊണ്ട് ഈ വ്യവസായത്തിന് നല്ല പുരോഗതി ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തുള്ള ഒരു 90% വീടും പറമ്പും കാര്യങ്ങളും ഒക്കെ ഈ ഉക്ക വ്യവസായികളെ കയ്യിലായിരുന്നു. അന്ന് ഒരു 12 റുപ്യ 13 റുപ്യ മുടക്കിയാൽ അതൊരു 30-35 റുപ്യായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിനു വേണ്ടി സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ? ഒരു സഹായമില്ല. ഒരു സഹായമില്ല. കറയാണോ അത്? ഇത് പന്തം പയന. അത് മരത്തിൻ്റെ അല്ലേ? മരത്തിൻ്റെ കറ. ഈ കറ ഉരുക്കൂ? ഇത് ഉരുക്കും. എടുത്തി. തിരുവനന്തപുരത്ത് മാത്രമല്ല അടി നടന്നത്, 1000 വോട്ടർമാരും അടുത്തുള്ളൂ. ഇവർക്ക് ഇതിൻ്റെ ഡോളറിന് ഇപ്പം വില ഇടുകളുണ്ട്, നല്ല ലാഭമുണ്ടോ? മുറാദാബാദിൽ ഉണ്ടാക്കുന്നില്ല ഇതിപ്പം? മുറാദാബാദ് ഇപ്പം ഉണ്ടാക്കുന്നില്ല. ഇല്ലേ? ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്നതാണ് നല്ല അല്ലേ? സന്തോഷം. അതൊന്നുമല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കാൻ ഉഷാറുണ്ടോ, അല്ലെങ്കിൽ പിന്നെ നാളെ കഴിഞ്ഞായിരിക്കും. നിങ്ങളുടെ ഒരാളിൻ്റെ വരുമാനം കൊണ്ടാണോ കുടുംബം കഴിയുന്നത്? ആണോ? അതെ. അതുകൊണ്ട് പറ്റുമോ?
1,600 പണിയൊക്കെ എടുക്കാം. നിങ്ങൾക്ക് സ്വയം മാർക്കറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? മാർക്കറ്റ് പൈസ മുടക്കണ്ടേ ഇതിനൊക്കെ? നല്ലൊരു പൈസ മുടക്കുക. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 9th? ഇതുണ്ടാക്കിയിട്ടുണ്ടോ? ചായ കൊടുക്കോ? ഇത് ചെയ്യാൻ പഠിക്കുമോ അതോ നല്ല കാശ് കിട്ടത്തില്ലേ? അപ്പൊ ഇതിലേക്ക് വരുമോ അതോ ജോലിക്ക് പോവോ? ഇത് 3 മെഴുപ്പിടിച്ചിട്ട് ഇത് വേറെ ഒക്കെ വേറെ ആയിട്ട് മെഴുപ്പിടിക്കും. എന്നിട്ട് മണ്ണ് തേച്ച് 1ാം മണ്ണ് 2ാം മണ്ണ് 3ാം മണ്ണ് മണ്ണ് തേക്കും. എന്നിട്ട് പിന്നെ വാർക്കും. ഓരോന്നും വെച്ച് വാർത്തിട്ട് പിന്നെ മണ്ണ് പോയിക്കാ ഇതിന്റെ വേറെ ഒരു കളറായിട്ട് കിട്ടും. പിന്നെ അത് രാവി കളറാക്കിയിട്ട് യോജിപ്പിച്ചിട്ട് ഇത് പിന്നെ ഇതിൽ പന്തം പാരും. പിന്നെ കോമ്പാണ്ട് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് പന്തൊക്കെ അച്ഛനവിടെ ഇപ്പോൾ പണി പഠിക്കാൻ പറ്റും. 6 മാസം കൊണ്ട് പണി പഠിച്ച് ഇവിടെ വന്ന് സ്വന്തമായിട്ട് പണി തുടങ്ങി. അച്ഛൻ്റെ തറവാട്ടിൽ പണി തുടങ്ങി. അങ്ങനെയാണ് അച്ഛൻ ഇവിടെ ആദ്യമായിട്ട് ഒരു 4 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് അച്ഛനും അമ്മയോട് ഇങ്ങോട്ട് മാറി എൻ്റെ ആവശ്യം പണിയൊക്കെ തുടങ്ങി. കുറേ ആൾക്കാരൊക്കെ 3-4 ഷെഡിൽ ഇട്ട് പണി എടുത്തു. $75 വെച്ചൊക്കെ പണിയില്ലേ? ഇതിങ്ങനെ കുറഞ്ഞ് സദാമിൻ്റെ കാലത്തൊക്കെ പിന്നെ പണി കുറഞ്ഞല്ലോ. 70-80 അടിയന്തരാവസ്ഥയിലുള്ള ഇത് പിന്നെ ലാഭം ഇല്ലാണ്ടായി. അപ്പം പിന്നെ കൂടുതൽ ആൾക്കാരെ കൊണ്ട് നടക്കാൻ പണിയെടുപ്പിക്കാനൊക്കെ അച്ഛൻ വയ്യാതായി. പിന്നെ ഏട്ടൻ വേറെ ഇതിലേക്ക് പോയി. പിന്നെ അഞ്ചന്മാരൊക്കെ വേറെ വേറെ വർക്ക്ഷോപ്പ് കാര്യമായിട്ട് ഇവിടെയുള്ള വർക്ക്ഷോപ്പിലാണ്. ഒരു കേരളം മോശമല്ലാത്ത സ്ഥിതിയാണ് അപ്പോൾ ഈ അനുജൻ്റെ. എന്ന് വെച്ചാൽ അന്ന് ഫീൽഡ് മാറിയത് കൊണ്ട് മാറാത്ത ഞങ്ങളൊക്കെ ഇപ്പോഴും ഇതിൻ്റെ സദാമിന്റെ കാലത്ത് സദാമിന്റെ യുദ്ധം സമയത്ത് ഞങ്ങളെ ബാധിച്ചു. വളരെ ആൾക്കാർ അന്ന് പണി ഈ തൊഴിലെടുത്തിയ ആൾക്കാരൊക്കെ വേറെ പണിയില്ലാതെ പെട്ടെന്ന് വരെ പണിക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇത് ചോലയിൽ ഇരുന്ന് ചെയ്യുന്നൊരു പണിയാണ്. മറ്റു ബാക്കിയുള്ള പണികളോ വെയിൽ കൊള്ളാനോ ഒക്കെ പോണ്ടേ. അതുകൊണ്ട് നിങ്ങൾ വേറെ മാറി ജോലി? ഞാനും കുറച്ചു കാലം ഞാൻ ഇൻഡസ്ട്രിയിൽ പണി ലെയ്ത്തിലൊക്കെ പോയതാണ്. ലെയ്ത്ത് പിന്നെ വീണ്ടും ഇത് തന്നെ ഇതിലേക്ക് തന്നെ വന്നു. പിന്നെ നമ്മൾ കുറേ ഇതെടുത്ത് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം കൈത്തൊഴിലാണ്. ഇതെടുത്ത് കഴിഞ്ഞാൽ തീരെ ഒക്കൂല. പിന്നെ കുറേ പ്രയാസങ്ങളുണ്ട്. മറ്റുള്ള പുറത്ത് എന്തെങ്കിലും പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഉച്ച വരെ പണിക്ക് പോയാൽ 500 കിട്ടും. ഇത് നമ്മൾ വൈകുന്നേരം വരെ പണിയെടുത്താൽ ഉണ്ടാവില്ല. മറ്റൊരു തൊഴിൽ അറിയാത്തത് കൊണ്ട് നമ്മളിതിൽ തന്നെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് ഞങ്ങൾ ആളെ ഒരു ഓർഡർ തരും. നാളെ ഇവിടെ കൊടുക്കും, കൊയിലാണ്ടി കൊടുക്കും. പോലെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഒരു കരകൗശല വസ്തുവായിട്ട്
അപ്പോൾ പുറത്ത് ജോലി ചെയ്യുന്നതാണ് ഇതിനേക്കാളും നല്ലത്. അങ്ങനെ തന്നെ. നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്നവരായിരുന്നു? തീയര് അല്ലേ? നിങ്ങൾ പിന്നെ ഇത് പഠിച്ചെടുത്താണ്? 30 വർഷമായി. എങ്ങനെ പഠിച്ചാ? ഇത് ചെയ്യുന്ന വേറെ ആൾക്കാരുടെ അത് ആദ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ പുറത്ത് പോയിട്ട് പഠിച്ചത്. ഇവിടെ തന്നെ ഒരുപാട് കുടുംബം ഉണ്ടായിരുന്നു. ഒരു 10-30 ഷെഡ് ഉണ്ടായിരുന്നു. കൊല്ലത്തുണ്ടായിരുന്നു കുറേ ഷെഡ്. ഇപ്പോൾ ഒരു 5-6 ഷെഡിൽ ഒതുങ്ങി. ഇപ്പോഴത്തെ ഇതിൽ തട്ടിയൊപ്പിച്ച് അങ്ങനെ പോന്ന്. ഇപ്പം ഒരു 30 വർഷമായി. ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ അങ്ങനെ ഒരു ജോലി പണിയെന്നുള്ളതിൽ അങ്ങനെ പോവുക. ഇത് ഡിമാൻഡ് ഉണ്ടോ ഇപ്പോഴേ? ഡിമാൻഡ് ഉണ്ട്. ഏത് സമയം ഇതിന് ഡിമാൻഡാണ്. ഓല അതിനനുസരിച്ചുള്ള നമുക്ക് തരുന്നില്ല. ശരി. അതാണ്. എനിക്കിതിന് ഒന്നിന് 2000 റുപ്യ നിങ്ങൾക്ക് ചിലവാകുന്നുണ്ട്, കിട്ടണം. അവർ തരുന്നത് എത്ര നിങ്ങൾക്ക്? 1700. ശരി. ബാക്കി അവർ വിൽക്കുന്നത്? അവർ വിൽക്കുന്ന നിശ്ചയമായിട്ടുള്ളൊരു വില നമ്മളറിയില്ല. കൈ നോക്കിക്കേ.